നമുക്ക് രാജ ഓർ വിദ്രോഹി എന്ന ചാപ്റ്ററിലെ രാജാവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. അപ്പോൾ ഹെഡിങ് ആയിട്ട് മൂർഖ് രാജ എന്ന് കൊടുത്തിട്ടുണ്ട്, മണ്ടനായ രാജാവ്. രവീന്ദ്രനാഥ് ടാഗോർ കാ ലിഖാ ഹുവ നാടക് ഹെ രാജ ഓർ വിദ്രോഹി. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള നാടകമാണ് രാജ ഓർ വിദ്രോഹി. ഇസ് നാടക് മേ രാജാ കാ ചരിത്ര അഹങ്കാരി, ആത്മമുഗ്ധ് ഓർ മൂർഖ് ഹെ. ഈ നാടകത്തിൽ രാജാവിൻ്റെ ക്യാരക്ടർ അഹങ്കാരിയും നാർസിസ്റ്റിക്കും വിഡ്ഢിയുമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. വഹ് അപ്നി ശക്തി ഓർ പദ് കാ ദുരുപയോഗ കർത്താ ഹെ. അയാളുടെ ശക്തിനെയും പൊസിഷനെയും ദുരുപയോഗം ചെയ്യുന്നു. രാജ ഖുദ് കോ സർവശ്രേഷ്ഠ മാൻതാ ഹെ. ഈ രാജാവ് താനാണ് ഏറ്റവും വലിയ ആള് എന്നാണ് വിചാരിക്കുന്നത്. വഹ് ജനതാ സെ ദൂർ രഹതാ ഹെ ഓർ ഉൻകി സമസ്യാओं को समझने की कोशिश नहीं करता. അയാൾ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ജനങ്ങളിൽ ഒരുവനായിട്ടൊന്നും അല്ല കഴിയുന്നത്. അദ്ദേഹം ജനങ്ങളിൽ നിന്ന് മാറിയിട്ടാണ് കഴിയുന്നത്. പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളെയൊന്നും മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല. രാജ ന്യായ് കെ ബജായ് അപ്നെ സ്വാർത്ഥ് കോ പ്രാഥമികത ദേത്താ ഹെ. ഈ രാജാവ് ന്യായത്തെക്കാളും തൻ്റെ സെൽഫിഷ്നെസ്സിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. രാജാ കാ യഹ് വ്യവഹാർ ഹമേ सिखाता है कि एक अच्छे शासक के लिए क्या क्या गुण आवश्यक होते हैं. ഈ രാജാവിൻ്റെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു നല്ല റൂളർക്ക് വേണ്ട ക്വാളിറ്റീസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാവുന്നത് നമുക്ക്. एक अच्छा शासक न्यायप्रिय, दयालु और जनता का हितैषी होता है. ഒരു നല്ല റൂളർ ന്യായപ്രിയൻ, കൈൻഡും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ. ഹിതൈഷി എന്ന് പറഞ്ഞാൽ വെൽവിഷർ എന്നാണ് അർത്ഥം. ജനങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആൾ ആയിരിക്കണം. രാജാ കാ ചരിത്ര ഏക് നകാരാത്മക് ഉദാഹരൺ ഹെ. ഇവിടെയുള്ള ഈ രാജാവിൻ്റെ ക്യാരക്ടർ ഒരു നെഗറ്റീവ് എക്സാമ്പിൾ ആണ്.